NRI വാർത്തകളിലേക്ക്. UAE-യിൽ മാതാപിതാക്കൾ വിസമ്മതിച്ചാലും പ്രായപൂർത്തിയായവർക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാം. ഫെഡറൽ വ്യക്തി നിയമം പ്രാബല്യത്തിൽ. വിവാഹം, വിവാഹമോചനം, കുട്ടികളുടെ കസ്റ്റഡി പ്രായം തുടങ്ങിയവയിൽ ജനുവരിയിൽ കൊണ്ടുവന്ന നിയമമാണ് പ്രാബല്യത്തിൽ വന്നത്. മാതാപിതാക്കൾ വിസമ്മതിച്ചാലും കോടതി മുഖേന വിവാഹിതരാകാൻ നിയമപ്രകാരം സാധിക്കും. വിവാഹ നിശ്ചയത്തെ വിവാഹമായി കണക്കാക്കില്ലെന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നു. വിവാഹത്തിനോടടുക്കുന്ന അവസാന ഘട്ടത്തിൽ പിന്മാറിയാൽ പരസ്പരം നൽകിയ സമ്മാനങ്ങൾ വീണ്ടെടുക്കാനും അനുമതിയുണ്ട്. വിവാഹമോചന കേസുകളിൽ കുട്ടികളുടെ കസ്റ്റഡി പ്രായം 18 വയസ്സാക്കി ഉയർത്തി. നേരത്തെ ആൺകുട്ടികൾക്ക് 11 പെൺകുട്ടികൾക്ക് 15 വയസ്സായിരുന്നു. എന്നാൽ 15 വയസ്സ് തികഞ്ഞാൽ ഏത് രക്ഷിതാവിനൊപ്പം ജീവിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കുട്ടിക്കായിരിക്കും. പ്രായപൂർത്തിയാകുന്നവരുടെ സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യുക, കുട്ടികളുമൊത്തുള്ള അനധികൃത യാത്ര അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കടമകൾ അവഗണിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് 5000 ദിർഹം മുതൽ 1,00,000 ദിർഹം വരെ പിഴയോ തടവോ ഉൾപ്പെടെയുള്ള കഠിനമായ ശിക്ഷകൾ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചന്ദ്രന്റെ ആകൃതിയിലുള്ള അത്യാധുനിക റിസോർട്ട് ദുബായിൽ വരുന്നു. ലൂണാർ ലെക്സ് റിസോർട്ടിന്റെ നിർമ്മാണ ചെലവ് $500 കോടി. അത്യാധുനിക സാങ്കേതിക വിദ്യയും ആകാശ സൗന്ദര്യവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ പദ്ധതി. ദുബായ് മറീനയ്ക്കും ദുബായ് സൈറ്റ് എക്സ്പോ സിറ്റിക്കും സമീപമായാണ് ലൂണാർ ലെക്സ് റിസോർട്ട് സ്ഥാപിക്കുക. ഗോളാകൃതിയിൽ ചന്ദ്രന്റെ ഗർത്തങ്ങൾ നിറഞ്ഞ പോലുള്ള ഉപരിതലത്തിന് സമാനമായ രീതിയിലായിരിക്കും ഈ റിസോർട്ടിന്റെ നിർമ്മാണം. അന്താരാഷ്ട്ര ആർക്കിടെക്റ്റുകളുടെയും എയ്റോസ്പേസ് എഞ്ചിനീയർമാരുടെയും ഒരു സംഘമാണ് റിസോർട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റിസോർട്ടിലെ സ്പേസ് പോർട്ട് വഴിയായിരിക്കും അതിഥികൾ റിസോർട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ ഗുരുത്വാകർഷണം 0 ദുബായിയുടെ നഗരാസൂത്രണ പദ്ധതി 2040 യോജിക്കുന്നതാണ് ലൂണാർ ലെക്സ് പദ്ധതി. റിസോർട്ടിന്റെ നിർമ്മാണം 2031 പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിസോർട്ടിൽ എത്തുന്നവർക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സേവനങ്ങൾ, വിർച്വൽ റിയാലിറ്റി ഉപയോഗിച്ചുള്ള ചാന്ദ്ര നടത്തങ്ങൾ തുടങ്ങിയവയും ഉണ്ടാകുമെന്നാണ് സൂചന. റിസോർട്ട് പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം 20 ദശലക്ഷത്തിലധികം സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസിന് ചെലവേറും. ലൈസൻസ് പ്രിന്റിംഗിന് 10 ദിനാർ അധികം നൽകണം. ഡ്രൈവിംഗ് പാസ്സായാൽ ലൈസൻസ് പ്രിന്റ് ചെയ്യുന്നതിന് 10 കുവൈറ്റ് ദിനാർ അധികമായി ഈടാക്കി തുടങ്ങി. ലൈസൻസ് പുതുക്കുമ്പോഴും ഈ തുക ഈടാക്കും. പുതിയ നിയമം നടപ്പാക്കുന്നതിനുള്ള ചുമതല ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറിക്കാണ്. വിദേശികളുടെ ലൈസൻസ് കാലാവധി 5 വർഷവും സ്വദേശികളുടേത് 15 വർഷവുമാണ്. പൗരത്വമില്ലാത്ത കുവൈറ്റിൽ രേഖാമൂലം താമസിക്കുന്ന ബിദൂനികളുടെ ലൈസൻസ് കാലാവധി അവരുടെ ഇക്കാമയുടെ കാലയളവാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിസ ഔട്ട്സോഴ്സിംഗ് ടെക്നോളജി സേവനദാതാക്കളായ BLS ഇന്റർനാഷണൽ മാഡ്രിഡ്, ബാഴ്സലോണ, സ്പെയിനിലെ ടെനറൈഫ് എന്നിവിടങ്ങളിൽ ഇന്ത്യൻ കോൺസുലർ ആപ്ലിക്കേഷൻ സെന്ററുകൾ തുറന്നു. വിസ അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചതിനാലാണ് കൂടുതൽ സെന്ററുകൾ ആരംഭിച്ചത്. ലോകമെമ്പാടുമുള്ള സർക്കാരുകൾക്കും നയതന്ത്ര ദൗത്യങ്ങൾക്കുമായി വിസ, പാസ്പോർട്ട്, കോൺസുലാർ, പൗരസേവനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രശസ്തരായ BLS 70-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഓരോ അപേക്ഷകനും കോൺസുലാർ സേവനം മെച്ചപ്പെടുത്തുന്നതിനാണ് പുതിയ സെന്ററുകൾ തുറന്നതെന്ന് BLS ഇന്റർനാഷണലിന്റെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശിഖർ അഗർവാൾ പറഞ്ഞു. സ്പെയിനിൽ വിസ അപേക്ഷകളിൽ വൻ വർധനവ് കാണുന്നു. ഇന്ത്യ സ്പെയിൻ സൗഹൃദ വർഷമാണിത്. സ്പെയിൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉൾപ്പെടെ ഉന്നതതല ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 12-ലധികം ഇന്ത്യൻ നഗരങ്ങളിൽ സ്പാനിഷ് വിസ അപേക്ഷകൾ സ്വീകരിക്കുന്നതായി ശിഖർ അഗർവാൾ പറഞ്ഞു. സ്ലൊവാക്യ, തായ്ലൻഡ്, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്കുള്ള വിസകളും BLS പ്രോസസ് ചെയ്യുന്നു. യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കും ധാരാളം ഇന്ത്യക്കാർ പോകുന്നുണ്ട്. കൂടാതെ ഇന്ത്യക്കാർ ഇപ്പോൾ മുമ്പത്തേക്കാൾ കൂടുതൽ സ്ലൊവാക്യ, വിയറ്റ്നാം പോലുള്ള പുതിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നതായും അഗർവാൾ പറഞ്ഞു. വിദേശത്തുള്ള ഇന്ത്യൻ കോൺസുലാർ, പാസ്പോർട്ട് സേവനങ്ങളും BLS കൈകാര്യം ചെയ്യുന്നു. അതിനാൽ വിദേശികൾ ഇന്ത്യയിലേക്ക് വരാൻ അപേക്ഷിക്കുമ്പോൾ അവരിൽ പലരും BLS കേന്ദ്രങ്ങൾ വഴിയാണ് പോകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രാഫിക് നിയമലംഘനങ്ങളിൽ ഇളവുകൾ നൽകി കുവൈറ്റ്. പിഴകൾ അടച്ചാൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഉടൻ വിട്ടുകിട്ടും. പുതിയ ട്രാഫിക് നിയമ ഭേദഗതി ഏപ്രിൽ 22-ന് കുവൈത്തിൽ പ്രാബല്യത്തിൽ വരും. ഇതിന് മുന്നോടിയായി നിയമലംഘനങ്ങളിൽ ഇളവുകൾ നൽകിയിരിക്കുകയാണ്. ഗ്രാൻഡ് അവന്യൂസിൽ നടക്കുന്ന ഗതാഗത വകുപ്പിന്റെ ബോധവൽക്കരണ പ്രദർശനത്തിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ ഒഴിവാക്കി നൽകുമെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ ട്രാഫിക് അവയർനെസ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുല്ല ബു ഹസൻ പറഞ്ഞു. നിയമലംഘകർ പിഴകളും ഫീസുകളും അടച്ചാൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഉടൻ വിട്ടുകിട്ടും. അടുത്തിടെ അൽ ഖൈറാൻ മാളിൽ നടന്ന ബോധവൽക്കരണ പ്രദർശനത്തിൽ ഏകദേശം 5700 നിയമലംഘനങ്ങൾ ഒഴിവാക്കുകയും ഏകദേശം 75 വാഹനങ്ങൾ ഉടൻ വിട്ടയക്കുകയും ചെയ്തുവെന്നും ലഫ്റ്റനന്റ് കേണൽ ബു ഹസൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.